നമസ്കാരം. ഈ മണിക്കൂറിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. കോഴിക്കോട് സ്വദേശിയായ ദീപകിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ച കേസിൽ മുഖ്യപ്രതിയായ ഷിംജിത മുസ്തഫ ഒടുവിൽ പോലീസ് പിടിയിലായിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ വടകരയിലുള്ള ഒരു ബന്ധു വീട്ടിൽ നിന്നാണ് മെഡിക്കൽ കോളേജ് പോലീസ് സംഘം സാഹസികമായിട്ട് കസ്റ്റഡിയിലെടുത്തത്. വടകരയിലെ ഒളിത്താവളത്തെക്കുറിച്ച് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് നീക്കം. പർദ്ദ ധരിച്ചും മാസ്ക് ഉപയോഗിച്ച് മുഖം മറച്ചും പോലീസ് വാഹനത്തിലേക്ക് പ്രതിയെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പോലീസിനെ വെട്ടിച്ച് വിവിധ ഇടങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇവർക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കിയ ഘട്ടത്തിലാണ് ഈ സുപ്രധാന അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് കോഴിക്കോട് സ്വദേശിയായ ദീപകിനെ സ്വന്തം വീടിനുള്ളിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. കണ്ണൂർ പയ്യന്നൂരിൽ ജോലി ആവശ്യത്തിനായിട്ടെത്തിയ ദീപക് ബസ്സിൽ വെച്ച് തന്നോട് ലൈംഗിക അതിക്രമം കാട്ടിയെന്ന് ആരോപിച്ചുകൊണ്ട് ഷിംജിത സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോ പ്രചരിപ്പിച്ചതാണ് സംഭവങ്ങളുടെ തുടക്കം. നിയമപരമായിട്ടുള്ള പരാതി നൽകുന്നതിന് മുൻപ് തന്നെ ദീപകിന്റെ ദൃശ്യങ്ങൾ പല ആംഗിളുകളിൽ പകർത്തിയും എഡിറ്റ് ചെയ്തും മോശമായ അടിക്കുറിപ്പോടെയും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയുണ്ടായിരുന്നു. ഈ വീഡിയോ ദ്രുതഗതിയിൽ തന്നെ വൈറലാവുകയും ദീപകിനെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. യാതൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് കുടുംബത്തോടും സുഹൃത്തുക്കളോടുമൊക്കെ തന്നെ വ്യക്തമാക്കിയ ദീപക് സമൂഹ മധ്യത്തിൽ നേരിടേണ്ടി വന്ന കടുത്ത അപമാനത്തിലും മാനസിക സംഘർഷത്തിലും പെട്ടാണ് ആത്മഹത്യയുടെ വഴി തിരഞ്ഞെടുത്തതെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമാക്കുന്നു. ദീപകിന്റെ മരണത്തിന് പിന്നാലെ ഷിംജിതയ്ക്കെതിരെ കേരളത്തിലുടനീളം വ്യാപകമായിട്ടുള്ള ജനരോക്ഷം ഉയർന്നിരിക്കുകയാണ്. ഒരു യുവാവിൻ്റെ ജീവിതവും അന്തസ്സും തകർക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്ത ഇവർക്കെതിരെ കൊലക്കുറ്റത്തിന് തുല്യമായ നടപടി വേണമെന്ന് വിവിധ സംഘടനകളും ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ദീപകിന്റെ മാതാപിതാക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം അമെൻമെന്റ് ഓഫ് സൂയിസൈഡ് ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതിന് പിന്നാലെ ഷിംജിത ഒളിവിൽ പോവുകയായിരുന്നു. ഇവർ സംസ്ഥാനം വിട്ടതായിട്ടും ബംഗളൂരു വഴിയോ വിദേശത്തേക്കോ കടക്കാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് വിമാനത്താവളങ്ങളിലും മറ്റും പോലീസ് ജാഗ്രത നിർദ്ദേശം നൽകുകയും ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്തത്. ഒളിവിൽ കഴിയാൻ ഇവരെ സഹായിച്ചവർക്കെതിരെയും അന്വേഷണം വ്യാപിപ്പിക്കാനായിട്ട് പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ദീപകിന്റെ സ്വഭാവത്തെക്കുറിച്ച് സഹപ്രവർത്തകരും സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും നൽകിയ മൊഴികൾ ഷിംജിതയുടെ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളുന്നതായിരുന്നു. ഗോവിന്ദപുരത്തെ വീട്ടിലെത്തി പോലീസ് ദീപകിന്റെ മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തിയപ്പോൾ മകൻ നേരിട്ട മാനസിക പീഡനങ്ങളുടെ ദയനീയ ചിത്രം പുറത്തു വന്നു. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ അമ്മയെ തനിച്ചാക്കാതെ കൂട്ടിരിക്കുന്ന അയൽക്കാർക്ക് പോലും പരാതിക്കിടയില്ലാത്ത വ്യക്തിത്വമായിരുന്നു ദീപകിൻ്റെതെന്ന് നാട്ടുകാർ പോലും സാക്ഷ്യപ്പെടുത്തുന്നു. തൻ്റെ ഏക മകൻ ചെയ്യാത്ത കുറ്റത്തിന് ക്രൂശിക്കപ്പെട്ടത് കണ്ട് നെഞ്ചു പൊട്ടിക്കരയുന്ന മാതാപിതാക്കളുടെ ദൃശ്യങ്ങൾ കേരളക്കരയെ തന്നെ ഇപ്പോൾ ഒന്നടങ്കം വേദനിപ്പിച്ചിരിക്കുകയാണ്. തൻ്റെ മകന് നീതി ലഭിക്കണമെന്നും ഷിംജിതയ്ക്കെതിരെ കർശന നടപടി വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഇവർ ഇപ്പോൾ ഉറച്ചു നിൽക്കുകയാണ്. ഈ കേസിൽ ഷിംജിതയുടെ മൊബൈൽ ഫോൺ ഏറ്റവും നിർണായകമായിട്ടുള്ള ഡിജിറ്റൽ തെളിവായിട്ട് പോലീസ് കണക്കാക്കുന്നു. വീഡിയോ ചിത്രീകരിച്ച രീതി, അത് എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചത്, ആർക്കൊക്കെ കൈമാറി തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്താനായിട്ട് ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഇനി വിധേയമാക്കും. പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങളിൽ കൃത്രിമം നടന്നിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്ത സാഹചര്യത്തിൽ പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളപ്പെടാൻ സാധ്യതയുണ്ടെന്ന നിയമോപദേശവും ഇപ്പോൾ നിലവിലുണ്ട്. കൂടാതെ ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പുരുഷന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നും വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്കെതിരെ നിയമങ്ങൾ ശക്തമാക്കണമെന്നും ആവശ്യപ്പെട്ട് മെൻസ് അസോസിയേഷൻ അടക്കമുള്ള സംഘടനകളും ഹൈക്കോടതിയെ സമീപിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. കേസന്വേഷണം ഇപ്പോൾ കൂടുതൽ ഊർജിതമായ ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. ഷിംജിതയുടെ അറസ്റ്റോടെ സംഭവത്തിന്റെ കൂടുതൽ നിഗൂഢതകൾ പുറത്തു വരുമെന്നാണ് പോലീസ് കരുതുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തിഹത്യ നടത്തുന്നവർക്കുള്ള ശക്തമായ മുന്നറിയിപ്പായിട്ട് ഈ കേസിനെ മാറ്റാനാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നീക്കം. കേസ് CBIയോ ക്രൈംബ്രാഞ്ചോ അന്വേഷിക്കണമെന്ന ആവശ്യവും ഇപ്പോൾ ശക്തമായി വരുന്നുണ്ട്. ഏതായാലും ദീപകിന് നീതി ലഭിക്കുന്നതിനായിട്ടുള്ള പോരാട്ടത്തിൽ സോഷ്യൽ മീഡിയയിലടക്കം വലിയൊരു വിഭാഗം ജനങ്ങളിപ്പോൾ ദീപകിന്റെ കുടുംബത്തോടൊപ്പം തന്നെ അണിനിരന്നിരിക്കുകയാണ്. ഏതായാലും വരും മണിക്കൂറുകളിൽ ഷിംജിതയെ വിശദമായിട്ട് ചോദ്യം ചെയ്യുന്നതിലൂടെ സംഭവ ദിവസം ബസ്സിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നും വീഡിയോ പോസ്റ്റ് ചെയ്തതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ എന്നും വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.